നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ബാറിന്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ ഒരു വ്യക്തിയെ കണ്ടെത്തി. മാന്തറപ്പറമ്പിൽ MP മഹേഷ് ആണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. ബാറിൽ നിന്നിറങ്ങിയ മഹേഷ് കാറിനുള്ളിലേക്ക് കയറി. പിന്നീട് വാഹനം നീങ്ങാത്തതിനെ തുടർന്ന് ചുറ്റുമുള്ളവർ നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത്. ഹൃദയാഘാതമാണ് എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അതിദുഃഖകരമായ ഒരു സംഭവമാണ്. മരിച്ചത് ഇൻഡസ് മോട്ടോഴ്സ് ജീവനക്കാരനാണ്. ഇൻഡസ് മോട്ടോഴ്സിലെ സൂപ്പർവൈസറാണ് മണർക്കാട് ശങ്കരശ്ശേരിൽ മാന്തറപ്പറമ്പിൽ വേലായുധന്റെ മകൻ MP മഹേഷ്. തുടർന്ന് മണർക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം പോലീസ് ഏറ്റെടുത്തു. മൃതദേഹം മണർക്കാട് സെന്റ് മേരീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പോലീസ് കേസെടുത്തു. അവിവാഹിതനായ വ്യക്തിയാണ് മഹേഷ്. എന്തായാലും ഹൃദയാഘാതമായിരിക്കാം മരണകാരണം എന്നാണ് കരുതുന്നത്. അതേസമയം ഈ ഹൃദയാഘാതം വലിയൊരു വില്ലൻ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് തമിഴ് സംവിധായകൻ വിക്രം സുകുമാരൻ അന്തരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായി. മധുരയിൽ ഒരു നിർമ്മാതാവിനോട് അടുത്ത ചിത്രത്തിന്റെ കഥ വിവരിച്ച ശേഷം ചെന്നൈയിലേക്ക് തിരിച്ചതായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് നെഞ്ചുവേദന ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മറ്റൊരു സംഭവം, പാല് വാങ്ങാനായി വീടിന് സമീപത്തെ റോഡരികത്ത് നിൽക്കവേ അമിത വേഗത്തിലെത്തിയ ജീപ്പ് ഇടിച്ച് വിദ്യാർത്ഥിനി മരിക്കുന്ന സംഭവം. കമ്പളക്കാട് പുത്തൻതൊടുകയിലാണ് ഈ അപകടമുണ്ടായത്. ദിൽഷാനയാണ് മരിച്ചത്. അപ്പോൾ അപകടം നടന്നപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം സംഭവിക്കുകയുണ്ടായി. ദിൽഷാനയെ വാഹനം ഇടിച്ചത് കണ്ട അയൽവാസിക്ക് ഹൃദയാഘാതം ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത്തരത്തിൽ ഹൃദയാഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ അവർ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ആഘാതം കൂടിയ കാഴ്ച കാണുന്നതായിരിക്കാം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ട്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്നും അറിയപ്പെടുന്ന ഹൃദയാഘാതം ഹൃദയപേശികളിലെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണ്. ഇത് ബാധിച്ച് ടിഷ്യൂവിന്റെ നാശത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കുന്നു. ഹൃദയപേശികളുടെ ഒരു ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇത് ഹൃദയത്തിന്റെ ആ ഭാഗത്തിന് കേടുപാടുകൾ വരുത്തുകയോ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്നു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ ഫാറ്റി ഡിപ്പോസിറ്റുകൾ, അതായത് പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതാണ് സാധാരണയായി ഇതിന് കാരണമാകുന്നത്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങളും അതുപോലെ തന്നെ ഹൃദയാഘാതം ഉണ്ടായാൽ ചുറ്റുമുള്ളവർ നൽകേണ്ടുന്ന ചില ആദ്യത്തെ ഒരു പ്രാഥമിക ശുശ്രൂഷ എന്തടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്നുള്ള ഒരു ഇടപെടൽ അത്യന്താപേക്ഷിതമാണ്. സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഇത് പലപ്പോഴും നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ആയിരിക്കാം. ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ മുറുക്കം, ഒരു ഞെരുക്കം അല്ലെങ്കിൽ പൂർണ്ണത പോലെ അനുഭവപ്പെടുക, ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. വേദന മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് പ്രസരിക്കുന്നു. വേദന കൈകളിലേക്ക്, പലപ്പോഴും ഇടതുഭുജത്തിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ കഴുത്തിലേക്കോ താടിയെല്ലിലേക്കോ അല്ലെങ്കിൽ വയറ്റിലേക്കോ ഈ വേദന വ്യാപിച്ചേക്കാം. ശ്വാസ തടസ്സം ഉണ്ടാകുന്നു. നെഞ്ചിലെ അസ്വസ്ഥതയോ അല്ലാതെയോ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഓക്കാനം, ദഹനക്കേട് അല്ലെങ്കിൽ ഛർദി, ഇങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് ദഹനനാളത്തിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. തണുത്ത വിയർപ്പ്, തലകറക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെഞ്ചിലെ അസ്വസ്ഥതയോടൊപ്പം ഇവയും ഉണ്ടാകാം. ഹൃദയാഘാതത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണയായ കാരണം കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അവിടെ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് കൊറോണറി ധമനികളെ ചുരുക്കും. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. CAD അല്ലെങ്കിൽ ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള അപകട ഘടകങ്ങളിൽ ഇവ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് ഉയർന്ന കൊളസ്ട്രോൾ അളവ്, പുകവലിയും പുകയില ഉപയോഗവും, പ്രമേഹം, അമിതവണ്ണം, ഉദാസീനമായ ജീവിതശൈലി, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, ഹൃദ്രോഗത്തിന്റെ കുടുംബ ചരിത്രമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുണ്ടെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഹൃദയാഘാതം തടയൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രായം, കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം എന്നിവ പോലുള്ള ചില അപകട ഘടകങ്ങൾ മാറ്റാൻ കഴിയില്ല. ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ളതാണെങ്കിൽ അതൊന്നും മാറ്റാൻ സാധിക്കില്ല. പ്രായത്തിൻ്റെതിലും മാറ്റാൻ കഴിയില്ല. ഹൃദയാഘാതം തടയാൻ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള പല അപകട ഘടകങ്ങൾ പരിഷ്കരിച്ച്, അതായത് അതിലൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ പലപ്പോഴും നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. പുകവലി ഉപേക്ഷിക്കുക. പുകവലി തീർച്ചയായിട്ടും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന ഒരു ദുശീലം തന്നെയാണ്. പുകവലി രക്തക്കുഴലുകളെ നശിപ്പിക്കും, ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും.
ആരോഗ്യകരമായ ഭക്ഷണക്രമം നല്ലതായിരിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുക. പൂരിത കൊഴുപ്പുകൾ, ട്രാൻസ് ഫാറ്റ്, കൊളസ്ട്രോൾ, സോഡിയം എന്നിവ പരിമിതപ്പെടുത്തണം. വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റെങ്കിലും മിതമായ തീവ്രതയുള്ള എയറോബിക് വ്യായാമം ചെയ്യുക. ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്താൻ ശ്രമിക്കുക. അമിതഭാരം ഹൃദയത്തെ ബുദ്ധിമുട്ടിക്കും, ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. ധ്യാനം, യോഗ അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ പോലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള സാങ്കേതികതകൾ പരിശീലിക്കുക. രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക. കൃത്യമായ നിരീക്ഷണവും ഉചിതമായ ചികിത്സയും അത്യാവശ്യമാണ്. പ്രമേഹം നിയന്ത്രിക്കുക. മരുന്ന്, ഭക്ഷണക്രമം, വ്യായാമം എന്നിവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കണം. ഹൃദയാഘാത സമയത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മറ്റാരെങ്കിലും, നമ്മുടെ സമീപത്തുള്ള ആർക്കെങ്കിലും ഹൃദയാഘാതം സംഭവിച്ചാൽ, അങ്ങനെ ഉണ്ടെന്ന് സംശയം വന്നാൽ ഉടൻ തന്നെ വേഗത്തിൽ ചെയ്യുക, പ്രവർത്തിക്കുക. അടിയന്തര സേവനങ്ങളുമായി ബന്ധപ്പെടുക. പ്രാദേശിക എമർജൻസി നമ്പർ ഉടൻ ഡയൽ ചെയ്യാവുന്നതാണ്. ആസ്പിരിൻ ചവയ്ക്കുക. അതായത് അതൊരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ആസ്പിരിൻ ലഭ്യമാണെങ്കിൽ, അലർജി ഇല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് കുറഞ്ഞ അളവിൽ ആസ്പിരിൻ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. ശാന്തമായിരിക്കുക, വിശ്രമിക്കുക. ഇതൊക്കെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഘടകമാണ്. ഹൃദയാഘാതത്തെ ഒഴിവാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ്. ശാന്തത പാലിക്കണം. ഈ ഹൃദയാഘാതം അനുഭവിക്കുന്ന വ്യക്തിയെ ശാന്തമായും അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായി ഒരിടത്തേക്ക് ഇരുത്തുക അല്ലെങ്കിൽ കിടത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അടിയന്തര സഹായങ്ങൾ തേടാൻ വൈകരുത്. പ്രത്യേകിച്ച് ആംബുലൻസ് വിളിക്കുകയോ അല്ലെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. ഹൃദയാഘാത സമയത്ത് ഇത് പ്രധാനമാണ്. പെട്ടെന്നുള്ള ഇടപെടൽ ഹൃദയാഘാതം കുറയ്ക്കാനും ചിലപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിച്ചെന്നിരിക്കും. ലക്ഷണങ്ങൾ, കാരണങ്ങൾ, പ്രതിരോധ നടപടികൾ എന്നിവ മനസ്സിലാക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വ്യക്തികൾക്ക് സജീവമായ നടപടികൾ കൈക്കൊള്ളാനാകും. ഓർക്കുക, ഹൃദയാരോഗ്യകരമായ ജീവിതശൈലിയും നേരത്തെ അത് കണ്ടെത്തുക, അതിനെ പരിഹരിച്ചു പോവുക, ഇതെല്ലാം ഹൃദയാഘാതം തടയുന്നതിനും കൂടുതൽ ആരോഗ്യകരമായ ജീവിതം നയിക്കാനും ആ വ്യക്തിയെ സഹായിക്കും. ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയാഘാതം സംഭവിച്ചാൽ അയാൾക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടും. ഇങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കണം, ആംബുലൻസ് വിളിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ വ്യക്തിയെ കഴിയുന്നതും കിടത്താൻ പറ്റുന്ന സ്ഥലത്ത് കിടത്തി വസ്ത്രം ലൂസാക്കാൻ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് വായു കൃത്യമായി കിട്ടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ആ വ്യക്തിയെ നടത്തിപ്പിക്കരുത്. പിന്നെ ഈ ആസ്പിരിൻ പോലുള്ള ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആസ്പിരിൻ കൂടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഹൃദയാഘാതം മൂലം ഒരു വ്യക്തി മരിക്കുന്നത് തടയാൻ നമുക്ക് ഏതാണ്ട് കഴിയും. നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു വ്യക്തിയെ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വേണ്ട ഇടപെടലുകളൊക്കെ നടത്തുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.